ഗാസയും ഒരുപോലെയാണ്. ഒരു സ്ഥലത്ത് ശാസ്ത്രത്തിന്റെ കുതിപ്പ്, മനുഷ്യത്വത്തിന്റെ കിതപ്പ്. ഫലസ്തീൻ മക്കളെ ചുട്ടരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഇവിടെ ഇരുന്ന് ഇപ്പൊ പ്രസംഗിക്കുമ്പോഴും. നമ്മളൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. ഇറച്ചിക്കഞ്ഞി നാളെ പോലെ അത്താഴം കൊണ്ടെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഫ്താറിന് ഒരു കുറവുമില്ല. നല്ല ഭക്ഷണം, നല്ല ഖിറാഅത്ത്, നല്ല കുളിര്, നല്ല AC, എല്ലാം അൽഹംദുലില്ലാ. ഫലസ്തീൻ മക്കൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നില്ല, ഒരു ഈത്തപ്പഴം കിട്ടുന്നില്ല, ഒരു റൊട്ടി കിട്ടുന്നില്ല. അവരെന്നാലും നോമ്പ് പിടിക്കുക. നോമ്പ് പിടിച്ചിട്ട് നോമ്പ് മുറിക്കുന്നതിന് മുമ്പ് അവരുടെ മയ്യത്ത് കൊണ്ടുവന്ന് കബറടക്കുകയാണ്. എപ്പറ കുടിച്ചിട്ടും രക്തദാഹം തീരാത്ത ഏറ്റവും വൃത്തികെട്ട ജൂത പിശാചുക്കൾ ഇന്നത്തെ രാത്രി പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കടവിലേക്ക് തലയിൽ ഇടുത്തി വീഴാൻ. വിഷമൊന്നും വേണ്ട, ഹദീസ് ഞാൻ നിരത്തി വെച്ചേരാ. ശത്രുക്കൾക്കെതിരെ ദ്വാരക്കണം, ചില്ലറ ദ്വായല്ല. ഇവന്റെയൊക്കെ മക്കളെ അനാഥരാക്കണേ തമ്പുരാനെ, ഇവന്റെയൊക്കെ വീട് ഇടുത്തി വീഴ്ത്തണേ അല്ല, ഇവനെയൊക്കെ തീമഴ പെയ്യിപ്പിച്ച് നശിപ്പിച്ച് ചുട്ടരിക്കണേ എന്ന് ഹദീസ് നിങ്ങൾക്ക് പറയുന്ന ബുഖാരിയോ മുസ്ലിമോ അബൂദാവൂദോ നസായിയോ ഇബ്നു മാജോ നിരത്തി വെച്ച് തരാം. ഒരു ദാക്ഷിണ്യം വിചാരിക്കണ്ട. തൽക്കാലം നമ്മുടെ കാര്യമൊക്കെ മാറ്റി വെച്ചിട്ട് ഫലസ്തീൻ മക്കൾക്ക് ദ്വാരക്കണം. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനുഭവിക്കുന്നത്. പൊന്നുമക്കളും പറഞ്ഞാൽ നമ്മുടെ ചരക്ക് പൊട്ടി നമുക്കത് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റും. വേദനിക്കുക സഹോദരൻ. എത്ര കുടിച്ചിട്ട് ഇവനൊക്കെ ദാഹം തീരുന്നില്ല. ആലോചിച്ച് നോക്കിയ നമ്മുടെ എന്ത് ചെയ്തിട്ട് നല്ലൊരു ദിവസം നോക്കിയിട്ട് പാവപ്പെട്ട മക്കളെ ചുട്ടരിക്കുകയാണ്. നമുക്കറിയില്ല ഇതിന്റെ വ്യാപ്തി എന്താണെന്ന്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് മാത്രം കാണുന്നവർ. അല്ലാഹു ഈ പുണ്യരാത്രിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല പാവപ്പെട്ട ഫലസ്തീന്റെ മക്കളെ സമാധാനത്തിലാക്കട്ടെ. നമുക്ക് ദുആരക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളല്ല സഹോദരങ്ങളെ, പടച്ചവനാണ് മുഅ്മിനീങ്ങളല്ല. നാളെ നമ്മെ തേടിയെത്തുന്ന ദുരന്തങ്ങൾ വരുമ്പോ നമുക്ക് വേണ്ടി ദുആരക്കാൻ ലോകത്തൊരു പൊന്നു മക്കൾ ഉണ്ടാവൂല. നമ്മൾ ഇന്ന് അവരെ മറന്നുപോയാൽ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന സാലിഹീങ്ങളാണ് നിങ്ങൾ. ഒരുപാട് ഇബാദത്ത് എടുക്കുന്നവരാണ് നിങ്ങൾ. ഒരുപാട് ഇബാദത്ത് എടുക്കുന്നവരാണ് നിങ്ങൾ. എനിക്കറിയും നിങ്ങളെല്ലാവരും വലിയ മഹാന്മാരും സാലിഹീങ്ങളുമാണ്. നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ ഫലസ്തീന്റെ മക്കളെ വിട്ടുപോകരുത്. ഈമാന്റെ ഭാഗമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.